എല്ലാവർക്കും നമസ്കാരം. ഇനി മുതൽ നമ്മുടെ ചാനലുകളിൽ സ്റ്റിൽ ഇമേജുകൾ മാത്രം ഉപയോഗിച്ച് വീഡിയോകൾ ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇനി മുതൽ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മുടെ ഈ ഒരു ചാനൽ പ്രധാനമായും കഥകളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്ന രംഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവേണ്ട ആവശ്യമില്ല. എല്ലാവരും ഹെഡ്സെറ്റ് വെച്ച് കണ്ണുകളടച്ച് കഥ കേട്ടുകൊള്ളൂ. ഈ അനുഭവം നടക്കുന്നത് ഏതാണ്ട് 2023 കേരളം കോവിഡ് കാലത്ത് നിന്നും എണീറ്റ് വന്ന വർഷം. അന്ന് ഞാൻ പണിയില്ലാതെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലാതെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ് ഞാനുമായിട്ടൊരു യാത്ര പോകാൻ പ്ലാൻ ഇടുന്നത്. കോവിഡ് കാരണം 2 വർഷം വീട്ടിലിരുന്ന് മടുത്തു. അത് മാറ്റാൻ വേണ്ടിയായിരുന്നു യാത്ര. 2023 ജൂൺ സമയമായിരുന്നു അത്. വാഗമണ്ണായിരുന്നു ലക്ഷ്യം. ഒരു ബുള്ളറ്റ്, ഒരു KTM, പിന്നെ ഒരു സ്പ്ലെൻഡർ. ആകെ 6 പേർ. അതിൽ 2 പേർ പെൺകുട്ടികളാണ്. അങ്ങനെ കോഴിക്കോട്ട് നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. 2023 ജൂൺ 15. കേരളം മഴയിൽ ആടിയുലയുന്ന സമയം. രാത്രിയിലാണ് യാത്ര പുറപ്പെട്ടത്. എൻ്റെ പേര് സച്ചിൻ. ഞാനും സാൻവിയും ഒരു ബൈക്കിലും, അശ്വത്തും ഭഗത്തും ഒരു ബൈക്കിലും, ഷാമിലും ദേവസും മറ്റേ ബൈക്കിലുമായിരുന്നു യാത്ര. രാത്രി 9 മണിക്ക് കോഴിക്കോട് ടൗണിൽ നിന്നും യാത്ര തുടങ്ങി. 3 മണിക്കൂർ പിന്നിട്ട് മലപ്പുറം പെരിന്തൽമണ്ണയൊക്കെ എത്തിയപ്പോൾ ഒരു നൈറ്റ് കടയിൽ നിന്ന് ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര പുറപ്പെട്ടു. ഈ യാത്രയിലെ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ മഴ പെയ്താലും റൈഡിംഗ് കോട്ട് ഇടരുത്. മഴ നനഞ്ഞൊരു യാത്ര. അങ്ങനെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് എറണാകുളം സിറ്റിയിൽ കയറി. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര തുടർന്നു. ഇപ്രാവശ്യം വണ്ടി മാറി ഓടിച്ചു. അങ്ങനെ ഒടുവിൽ ഇടുക്കിയിലെത്തി. ജൂൺ 16 ഉച്ചയ്ക്കാണ് ഇടുക്കിയിലെത്തിയത്. അവിടെ നിന്ന് മൂന്നാറൊക്കെ പോയി അങ്ങനെ അന്നത്തെ ദിവസവും കളഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ വാഗമണ്ണിലേക്ക് തിരിച്ചു. ഇടുക്കി ടൗണിൽ നിന്നും ഏതാണ്ട് 77 കിലോമീറ്റർ ഉണ്ട്. 1.5 മണിക്കൂർ യാത്ര. അങ്ങനെ അന്നുച്ചയ്ക്ക് അവിടെ എത്തി. സ്ഥലമൊക്കെ കണ്ടു. രാത്രിയിൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി കാട്ടിനുള്ളിൽ ഒരു സ്ഥലം തപ്പി. അങ്ങനെ ഒരാൾ ഒരു വീട് ഒപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് വീട് ഇഷ്ടമായി. പക്ഷെ ഇനിയിപ്പോഴാണ് പണി കിട്ടാൻ പോകുന്നതെന്ന് അപ്പോൾ അറിയില്ലായിരുന്നു. രാത്രിയിൽ പുറത്തിറങ്ങരുത്, കാട്ടുമൃഗങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് അയാൾ പോയി. വാടക ബാർഗെയിൻ ചെയ്ത് ഒരാൾക്ക് 1100 രൂപയാക്കി. അങ്ങനെ ഞങ്ങൾ അത് ആഘോഷമാക്കി. അന്നത്തെ ദിവസത്തെ രാത്രിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. സമയം രാത്രി 10 ആയി കാണും. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഓരോ മുറിയിൽ കയറി കിടന്നു. എനിക്ക് പിന്നെ 2 മണി കഴിയാതെ ഉറക്കം വരില്ല. മൊബൈൽ നോക്കുമ്പോൾ സിഗ്നലില്ല. അല്ല, BSNL മാത്രം വേണ്ട സ്ഥലത്ത് VI സിം കൊണ്ട് എന്ത് കാര്യം? ഞാൻ ബാൽക്കണിയിൽ പോയി നിലാവ് നോക്കി പ്രകൃതി ആസ്വദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോയത്. ഞാൻ മൊബൈൽ ഫ്ലാഷ് അടിച്ച് റൂമിൽ വന്ന് കിടന്നു. പിന്നെ പെട്ടെന്നാരോ ജനൽ ശക്തിയോടെ അടിക്കുന്ന ശബ്ദം. എല്ലാവരും പേടിച്ച് ഒരൊറ്റ റൂമിൽ വന്ന് കിടന്നു. അങ്ങനെ എപ്പോഴും ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു പെണ്ണാണ്. ഞാൻ അലറി ഒച്ചയുണ്ടാക്കി. അപ്പോൾ എല്ലാവരും വേണ്ടിയിട്ട് ലൈറ്റ് ഇട്ടു. അപ്പോൾ വേറൊരുത്തൻ പേടിച്ച് കരയുന്നു. എന്നോട് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ കണ്ട കാര്യം പറഞ്ഞു. അപ്പോഴാണ് അവനും ഇത് തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞത്. സമയം നോക്കിയപ്പോൾ പുലർച്ചെ 2 മണി ആയിട്ടേ ഉള്ളൂ. പിന്നെ മൊത്തം ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്നും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ പ്രേതമാണ് പ്രശ്നമെങ്കിൽ പുറത്ത് കാട്ടുമൃഗങ്ങളാണ് പ്രശ്നം. എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ബ്ലഡ് കട്ടയാവുന്ന തണുപ്പ്. ബാഗിൽ നിന്നും ജാക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ബൈക്കിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു പാമ്പ്. എങ്ങനെയോ അതിനെ ഒഴിവാക്കി. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും വാഗമൺ ടൗണിലെത്താൻ ഏതാണ്ട് 5 കിലോമീറ്റർ ഉണ്ട്. അതും കാട്ടുവഴി. അങ്ങനെ ബൈക്കെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ആർത്തലിച്ച് പെയ്യുന്ന മഴയും ഒക്കെപ്പാടെ മൂഞ്ചത്തിൻ്റെ അവസ്ഥ. വണ്ടി മുന്നോട്ട് നീങ്ങി. അപ്പോഴാണ് ഒരു അരുവി മുറിച്ച് കടക്കണമെന്ന് മനസ്സിലായത്. അതിലാണെങ്കിൽ മഴതുകൊണ്ട് നല്ല വെള്ളവുമുണ്ട്. ലാസ്റ്റ് ഷാമിൽ പറഞ്ഞു വണ്ടി ഇറക്കി കയറ്റാമെന്ന്. അങ്ങനെ വണ്ടി വെള്ളത്തിലിറക്കി തള്ളി അപ്പുറത്തെത്തിച്ചു. കാൽ മരവിച്ചു പോകുന്ന അങ്ങനത്തെ തണുത്ത വെള്ളം. അങ്ങനെ മുന്നോട്ടെത്തിയപ്പോൾ അടുത്ത കോപ്പ്. മുന്നിൽ മരം വീണ് കിടക്കുന്നു. അതും മാറ്റി അങ്ങനെ മെയിൻ റോഡിലെത്തി. പക്ഷേ ഒരു പട്ടിയെപ്പോലും കാണാനില്ല.
അപ്പോഴാണ് ഞങ്ങളുടെ കൂടെ വേറെ ആരും ഉള്ളതുപോലെ ഒരു പ്രസൻസ്. പക്ഷേ ആളെ കാണാനില്ല. ഒന്നും നോക്കിയില്ല, ബൈക്കിൽ കയറി 90-100 സ്പീഡിൽ വിട്ടു. അങ്ങനെ വാഗമൺ ടൗണിൽ കയറി ഒരു ബസ് സ്റ്റോപ്പിലിരുന്നു. സമയമപ്പോൾ പുലർച്ചെ 4 മണി. അങ്ങനെ ഒരു കടയിൽ കയറി ചായ കുടിച്ചു. പിറ്റേ ദിവസം അവിടെ നിന്ന് തിരിച്ച് കോഴിക്കോടെത്തി. പക്ഷേ അന്ന് കൂടെ വന്ന ആ കോപ്പ് കാരണം പിന്നെ മൊത്തം പ്രശ്നമായിരുന്നു. പിന്നെ കുറച്ചു കാലം സമാധാനമുണ്ടായിരുന്നു. ഏതാണ്ട് 2024 ഞങ്ങൾക്ക് ആദ്യമായി വരുമാനം കിട്ടിയ വർഷം. കാറ്ററിംഗ് ആയിരുന്നു വർക്ക്. അങ്ങനെ വർക്കൊക്കെ നടന്നു പോകുന്നു. അപ്പോഴാണ് അടുത്തായൊരു മരണമുണ്ടായത്. അങ്ങനെ അങ്ങോട്ടേക്കൊരു യാത്രയായി. കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ ബന്ധു മരിച്ചതിന് എന്തിനാണ് കൂട്ടുകാർ വരുന്നത്? എന്തായാലും അവർക്ക് യാത്ര ഇഷ്ടമാണ്. വീട്ടുകാരും വരില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മടിയുമാണ്. എന്നാൽ എല്ലാവരെയും അങ്ങ് വിളിച്ചു. 5 പേര് ഒരു കാറിൽ. ഞാനാണ് ഡ്രൈവ് ചെയ്തത്. തിരുവനന്തപുരത്തായിരുന്നു മരണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും. ആ വഴിക്ക് ഞങ്ങൾ മൂന്നാറിലൊന്ന് പോയി. ഒരു രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അപ്പോഴാണ് റൂമിൽ ഞങ്ങൾ 5 പേരല്ലാതെ വേറെ ഒരാൾ കൂടെ ഉണ്ടെന്ന തോന്നലുണ്ടായത്. പെട്ടെന്ന് ഹോട്ടൽ റൂമിൻ്റെ ജനലിൻ്റെ കർട്ടൻ്റെ ബാക്കിൽ ഒരു രൂപം. ഞങ്ങളെല്ലാവരും പേടിച്ചിരണ്ടു. അങ്ങനെ അന്നത്തെ രാത്രിയിലെ ഉറക്കം പോയി. ഇങ്ങനെ പലപ്പോഴും പല രീതിയിലും അനുഭവങ്ങളുണ്ടായി. കുറേ ആളുകളുടെ അടുത്ത് 1 ലക്ഷം രൂപയ്ക്ക് മേലെ കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ടും ഒരു മാറ്റവുമില്ല. അങ്ങനെയാണ് ഞങ്ങളൊരു പള്ളിയിലെത്തിയത്. അവിടുത്തെ അച്ഛൻ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ കാര്യം പറഞ്ഞു. അതിനായി അദ്ദേഹം പരിഹാരവും പറഞ്ഞു തന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ കുറച്ചു കാലം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം 2025 ഞാൻ ഡൽഹിയിലെത്തി. അവിടെ റെയിൽവേ കോൺട്രാക്ട് വർക്കാണുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്ത്യൻ റെയിൽവേയുടെ കോളനിയിലാണ് നിന്നിരുന്നത്. ഞാൻ ഒരു വീട്ടിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് രാവിലെ വർക്ക്, രാത്രിയിലെത്തും, വല്ലതും കഴിക്കും, ഉറങ്ങും. ഇങ്ങനെ 2 ആഴ്ച പോയി. ഒരു ദിവസം രാത്രി 3 മണിക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഉറന്നു നോക്കുമ്പോൾ ഡൈനിങ് റൂമിൽ ഒരു രൂപം, ഒരു പെണ്ണ്. ഞാൻ മരിച്ച ശവം പോലെ അനങ്ങാതെ കിടന്നു. പിറ്റേ ദിവസവും അങ്ങനെ. ഒരാഴ്ച ഇത് ആവർത്തിച്ചു. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതൊരിക്കലും ആരെയും ഉപദ്രവിക്കുന്നില്ല. അതിനെന്തോ പറയാനുണ്ട്. അങ്ങനെ ഞാൻ അതിനായി കാത്തിരുന്നു. അന്നൊരു സൺഡേ ആയിരുന്നു. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കൊരു പിസയും കഴിച്ച് റീൽസ് കണ്ടിരിക്കുന്ന സമയം. അപ്പോഴാണ് ആ രൂപം മുന്നിൽ വന്നത്. പേടിപ്പെടുത്തുന്ന രൂപമല്ല, നിസ്സഹായയായ ഒരു പെൺകുട്ടി. ഞാൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവളുടെ പേര് അനന്യ. പെട്ടെന്നാണ് എൻ്റെ മനസ്സിൽ എന്തോ തോന്നിയത്. ഈ പേര് മുൻപെവിടെയോ കേട്ട് മറന്നതുപോലെ. അവൾ കഥ പറയാൻ തുടങ്ങി. 2016 അവൾ ഡൽഹിയിലെത്തിയത്. പക്ഷേ അവൾ ഇവിടെ എത്തി കുറച്ചു കാലം കഴിഞ്ഞതും അത് നടന്നു. അവളെയും കുടുംബത്തെയും കുറച്ചു പേർ ചേർന്ന് കൊലപ്പെടുത്തി. ഇത് പറഞ്ഞിട്ട് ആ ആത്മാവ് അവിടെ നിന്ന് മാഞ്ഞു പോയി. പക്ഷേ ആ പേര് കേട്ടപ്പോൾ പെട്ടെന്നാണ് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നത്. SNG സ്കൂൾ, 9ാം ക്ലാസ് സമയം. ആദ്യമായി പ്രണയം എന്നിലുണ്ടായ സമയം. അവൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പക്ഷേ SSLC എത്തിയപ്പോഴേക്കും അവൾ കേരളം വിട്ടുപോയി. അവളുടെ അച്ഛന് പണിയുടെ ആവശ്യത്തിനായി ട്രാൻസ്ഫർ കിട്ടിയത് ഡൽഹി എന്ന മഹാനഗരത്തിലേക്കായിരുന്നു. പതിയെ ഞാൻ അവളെ മറന്നു. അന്ന് അവളുടെ ആത്മാവിനെ കണ്ട ദിവസം ഞാനാകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അന്നും ഇന്നും എപ്പോഴും. പക്ഷേ എൻ്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. അവളെ കൊന്നവർ ജയിലിൽ കിടന്ന് സുഖിക്കുകയാണ്. ഞാനത് തീർത്തു. അപ്പോഴേക്കും ഞാൻ കേരള പോലീസിൽ കയറിയിരുന്നു. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അവന് വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആദ്യത്തെ അനുഭവവും ഇതുമായി എന്താണ് ബന്ധമെന്ന്. ആത്മാക്കളിലൂടെ ആത്മാവിനെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഞാൻ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് ആത്മാവിനെ പേടിയില്ല. അവരെയല്ല ഭയക്കേണ്ടത്, മനുഷ്യരെ ഭയന്നാൽ മതി. ചില ശബ്ദങ്ങൾ നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. ഒരു താക്കോൽക്കൂട്ടത്തിൻ്റെ പരുക്കൻ കിലുക്കം, അല്ലെങ്കിൽ രാത്രിയുടെ അഗാധമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ദൂരെ എവിടെ മുഴങ്ങുന്ന ഒരു ഹോൺ ശബ്ദം. 20 വർഷങ്ങൾക്കിപ്പുറവും കനത്ത മഴയുള്ള രാത്രികളിൽ എൻ്റെ കാതുകളിൽ ആ ഇരമ്പൽ വന്നെത്താറുണ്ട്. ജർമ്മൻ എഞ്ചിനീയറിംഗിൻ്റെ ആഢ്യത്യം തുടിക്കുന്ന ഒരു തണുത്ത ഇരുമ്പ് ശവപ്പെട്ടി പോലെ എൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ആ വണ്ടിയുടെ എഞ്ചിൻ ഗർജനം. ഈ കഥ എന്നിൽ നിന്നല്ല തുടങ്ങേണ്ടത്. കാരണം ഇതിലെ യഥാർത്ഥ കഥാപാത്രം ഞാനല്ല. എൻ്റെ മോഹങ്ങളും ഭയങ്ങളും ചേർത്ത് വെച്ച് ഞാൻ വിലയ്ക്ക് വാങ്ങിയ ആ വെള്ളി നിറമുള്ള ശാപമാണ്. എങ്കിലും എന്നെ ദിനേശനെന്ന് വിളിക്കാം. 2006 മധ്യവയസ്സിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ
ഉള്ളിലൊതുക്കിയ ഒരു വലിയ ആഗ്രഹത്തിന്റെ പുറകെ പോയി ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലെത്തിയ ഒരു സാധാരണക്കാരൻ. അക്കാലത്ത് എനിക്ക് പച്ചക്കറി മൊത്ത വ്യാപാരമായിരുന്നു ബിസിനസ്. കഠിനാധ്വാനം ചെയ്തുവെങ്കിലും കടങ്ങളും ബാധ്യതകളും എപ്പോഴും നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തമായൊരു നല്ല വീടും കുടുംബവും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു ഭ്രാന്തൻ മോഹം ഞാൻ കൊണ്ടു നടന്നിരുന്നു. ഒരു മെഴ്സിഡീസ് ബെൻസ് കാർ. അതൊരു സാധാരണ ആഗ്രഹമായിരുന്നില്ല. റോഡിലൂടെ ബെൻസിൻ്റെ ആ 3 വശങ്ങളുള്ള നക്ഷത്ര ചിഹ്നം പതിച്ച വണ്ടികൾ കടന്നു പോകുമ്പോൾ ഞാൻ ശ്വാസമടക്കി നോക്കി നിൽക്കും. ആ വണ്ടിയുടെ ഗാംഭീര്യവും അതിലിരിക്കുന്നവരുടെ പ്രൗഢിയും എന്നെ വല്ലാതെ ആകർഷിച്ചു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ ആഡംബര വാഹനം എന്നെപ്പോലൊരു സാധാരണക്കാരന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലുമാകില്ലെന്ന് മനസ്സ് പലപ്പോഴും പറഞ്ഞു തിരുത്തുമായിരുന്നു. എങ്കിലും മോഹം ഉള്ളിൽ കടന്ന് തിളച്ചു മറിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് 2006 ആ കർക്കിടക മാസത്തിലെ തണുത്ത ഒരു വൈകുന്നേരം എൻ്റെ സുഹൃത്ത് ഹാരിസ് കടയിലേക്ക് വരുന്നത്. ഹാരിസിന് അക്കാലത്ത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ബ്രോക്കർ പണി കൂടി ഉണ്ടായിരുന്നു. വീർപ്പൊഴുകി ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ എന്നോട് പറഞ്ഞു, ദിനേശ, നിനക്ക് ബെൻസ് ഭ്രാന്ത് ഇപ്പോഴും തലക്ക് പിടിച്ചിരിപ്പുണ്ടോ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ പണക്കാരുടെ കളി ഹാരിസേ, നമ്മളൊക്കെ അതിൽ കയറാൻ യോഗ്യരാണോ? അല്ല, ഞാനൊരു കാര്യം പറയാം. ഒരു 1998 മോഡൽ മെഴ്സിഡീസ് ബെൻസ് സി ക്ലാസ് W202C180 വിൽക്കാനുണ്ട്. നല്ല വെള്ളി നിറം. വണ്ടി കണ്ടാൽ ഇപ്പോഴും ഷോറൂമിൽ നിന്ന് ഇറക്കിയതുപോലെയുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ വിലയാണ്. വെറും 1.5 ലക്ഷം രൂപ. കേട്ടത് വിശ്വസിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു 1998 മോഡൽ ബെൻസ് സി ക്ലാസ് അക്കാലത്ത് അത്ര കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക അസാധ്യമാണ്. അതും അത്രയും മികച്ച കണ്ടീഷനിലുള്ള വണ്ടി. എന്തോ തകരാറുണ്ടെന്ന് എൻ്റെ മനസ്സ് മുന്നറിയിപ്പ് തന്നു. 1.5 ലക്ഷമോ? നീ എന്താ തമാശ പറയുകയാണോ ഹാരിസേ? ആ വണ്ടിയുടെ ഒരു ടയറിന് പോലും നല്ല വില വരും. എന്തെങ്കിലും എൻജിൻ പണിയോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഉണ്ടാകും. ഞാൻ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയാം നിന്റെ സംശയം. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. വണ്ടിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ മാധവൻ നായർ എന്ന വലിയൊരു ബിസിനസ്സുകാരനാണ്. പുള്ളിക്ക് പെട്ടെന്ന് പണത്തിനെന്തോ ആവശ്യമുണ്ട്. അതാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. നീ ഒന്ന് നേരിട്ട് വന്ന് വണ്ടി കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാം. ഹാരിസ് എന്നെ നിർബന്ധിച്ചു. ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഹാരിസിൻ്റെ കൂടെ മാധവൻ നായരുടെ തറവാട്ട് വീട്ടിലേക്ക് തിരിച്ചു. വലിയൊരു തെങ്ങിൻ തോപ്പിന് നടുവിലുള്ള ആ പഴയ 4 വീടിൻ്റെ വരാന്തയിൽ ആ വണ്ടി കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന മെഴ്സിഡീസ് ബെൻസ് C180i. അതിൻ്റെ മുന്നിലെ ആ ജർമ്മൻ നക്ഷത്രം സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിന്നു. ഞാൻ പതുക്കെ ആ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ബോഡിയിൽ ഒരൊറ്റ പോറൽ പോലുമില്ല. ടയറുകൾ പുത്തൻ. ഡോർ തുറന്നപ്പോൾ ഉള്ളിൽ നിന്നും ആഠ്യത്വം തുളുമ്പുന്ന ലെതർ സീറ്റുകളുടെ മണം പുറത്തേക്ക് വന്നു. എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഇത്രയും ഭംഗിയുള്ള ഒരു വണ്ടി എങ്ങനെ ഇത്രയും ചെറിയ തുകയ്ക്ക് വിൽക്കാൻ ഒരാൾ തയ്യാറാകും? മാധവൻ നായർ ഞങ്ങളെ സ്വീകരിച്ചു. ഭദ്രമായി സൂക്ഷിച്ച രൂപമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ വലിയൊരു വിഷാദവും ഭയവും നിഴലിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കണ്ണുകൾ കുഴിഞ്ഞിരുന്നു. എന്തോ വലിയൊരു ഭാരവും ചുവന്നാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിച്ചു. വണ്ടിക്ക് യാതൊരു മെക്കാനിക്കൽ തകരാറുമില്ല ദിനേശ. പേപ്പറുകളെല്ലാം ക്ലിയറാണ്. ടാക്സ് എല്ലാം അടച്ചതാണ്. ചായ കുടിക്കുന്നതിനിടയിൽ മാധവൻ നായർ വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ മാധവൻ നായർ സാറേ, ഇത്രയും കുറഞ്ഞ വിലയ്ക്ക്? ഞാൻ എൻ്റെ സംശയം ബാക്കി വെച്ചു. അദ്ദേഹം ഒരു നിമിഷം എന്നെ സൂക്ഷിച്ചു നോക്കി. പിന്നീട് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ വണ്ടി പെട്ടെന്ന് ഒന്ന് ഒഴിവാക്കണം, അത്രമാത്രം. പണം എനിക്ക് വലിയൊരു പ്രശ്നമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പേപ്പർ എഴുതാം. ആ ആഗ്രഹത്തിന് മുന്നിൽ എൻ്റെ ബുദ്ധി പണയപ്പെട്ടു. ഇങ്ങനെയൊരു അവസരം ഇനി ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായിരുന്നു. എൻ്റെ കയ്യിൽ അത്രയും തുക അപ്പോൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ പേരിൽ തറവാട്ടിൽ നിന്ന് കിട്ടിയ 2 ഏക്കർ പറമ്പ് പണയം വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ഭാര്യ സുജാത എന്നെ ഒരുപാട് വിലക്കി. നമുക്ക് താങ്ങാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ അപകടമാണ് മനുഷ്യനെ. ആ വണ്ടിയിൽ എന്തോ പന്തികരുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ബെൻസ് തരുമോ? സുജാത എൻ്റെ കൈകളിൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞു. പക്ഷേ ബെൻസിൻ്റെ ആ തണുത്ത സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചപ്പോൾ എനിക്ക് ബാക്കി ചിന്തകളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പറമ്പ് പണയം വെച്ച് പണം വാങ്ങി ഞാൻ മാധവൻ നായർക്ക് നൽകി. വണ്ടിയുടെ താക്കോൽ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ഭാരം ഇറക്കി വെച്ച ആശ്വാസത്തോടൊപ്പം എന്തോ വലിയൊരു വിപത്ത് എന്നിലേക്ക് കൈമാറിയതുപോലെയുള്ള ഒരു നോട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ. അങ്ങനെ ആ വെള്ളി നിറമുള്ള ബെൻസ് കാർ എൻ്റെ വീട്ടുപടിക്കലെത്തി.
അയൽക്കാരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. വഴിപോക്കർ പോലും വണ്ടി കാണാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അന്നേരം ഞാനൊരു രാജാവിനെ പോലെ അഭിമാനിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി തന്നെയായിരുന്നു ആദ്യത്തെ അനുഭവം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ നല്ല കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കർക്കടകത്തിലെ കറുത്ത രാത്രികളിൽ കാറ്റ് ജനലുകളിൽ വന്നിടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. നല്ല തണുപ്പുള്ളതിനാൽ ഞാൻ കമ്പളി പുതച്ച് കിടക്കുകയായിരുന്നു. വണ്ടി വാങ്ങിയ സന്തോഷത്തിലും മനസ്സെന്തോ അസ്വസ്ഥമായിരുന്നു. പെട്ടെന്നാണ് എനിക്ക് വണ്ടിയുടെ താക്കോലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. രാത്രി കിടക്കാൻ നേരം ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലുള്ള കീ സ്റ്റാൻഡിലാണ് താക്കോൽ കൊളുത്തിയിട്ടിരുന്നത്. അത് അവിടെ തന്നെയുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് തോന്നി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ലിവിംഗ് റൂമിലേക്ക് നടന്നു. ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കീ സ്റ്റാൻഡിൽ ആ ബെൻസിൻ്റെ ലോഗോയുള്ള വലിയ താക്കോൽ കൂട്ടമില്ല. ഞാൻ പരിഭ്രാന്തനായി മേശപ്പുറത്തും ഡ്രോയറുകളിലുമെല്ലാം തിരിഞ്ഞു. വണ്ടി കൊണ്ടുവന്ന അന്ന് തന്നെ താക്കോൽ കാണാതായത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. സുജാതയെ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവൾ നല്ല ഉറക്കത്തിലായതുകൊണ്ട് ശല്യം ചെയ്യേണ്ടെന്ന് കരുതി. ഒരുപക്ഷെ ഞാൻ വണ്ടിയിൽ തന്നെ താക്കോൽ മറന്നു വെച്ചിരിക്കുമോ? ഞാൻ വീടിൻ്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. കനത്ത മഴയിൽ കാർ പോർച്ചിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ ആ വണ്ടി ഒരു വന്യമൃഗത്തെ പോലെ ശാന്തമായി കിടക്കുന്നു. ഞാൻ ടോർച്ചുമെടുത്ത് പതുക്കെ കാറിനടുത്തേക്ക് നടന്നു. കാറിനടുത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ ദേഹത്ത് ഒരു അജ്ഞാത തണുപ്പ് പടർന്നു കയറി. കാറ്റിൻ്റെ തണുപ്പായിരുന്നില്ല അത്, മറിച്ച് ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന ഒരു അമാനുഷിക തണുപ്പ്. ഞാൻ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ജനലിലൂടെ ഉള്ളിലേക്ക് ടോർച്ചടിച്ച് നോക്കി. താക്കോൽ ഇഗ്നിഷൻ കീഹോളിൽ ഇല്ലായിരുന്നു. നിരാശയോടെ ഞാൻ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ടോർച്ചിൻ്റെ വെളിച്ചം കാറിൻ്റെ ബോണറ്റിലേക്ക് വീണത്. ഞാൻ സ്തബ്ധനായി നിന്നുപോയി. ആ വെള്ളി നിറമുള്ള ബോണറ്റിൻ്റെ നടുവിലായി മഴവെള്ളത്തിൽ കുതിർന്ന് ആ കാറിൻ്റെ താക്കോൽക്കൂട്ടം കിടക്കുന്നു. എൻ്റെ ഉള്ളിൽ ഭയം ഒരു മിന്നൽ പോലെ കടന്നുപോയി. ഞാൻ വ്യക്തമായി ഓർക്കുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത ശേഷം ലോക്ക് ചെയ്ത് താക്കോലും എടുത്താണ് ഞാൻ വീടിനുള്ളിലേക്ക് കയറിയത്. മാത്രമല്ല മുൻവാതിലും ജനലുകളുമെല്ലാം ഉള്ളിൽ നിന്ന് പൂട്ടിയതുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ താക്കോൽ എങ്ങനെ പുറത്തു വന്നു? ബോണറ്റിൽ ആരാണ് ഇതുകൊണ്ട് വെച്ചത്? ഒരുപക്ഷെ ഉറക്കത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചതാണോ? ഞാൻ തന്നെ വന്ന് വെച്ചതാണോ? ഭയത്തെ യുക്തി കൊണ്ട് മൂടാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പതുക്കെ ആ താക്കോൽ കയ്യിലെടുത്തു. ഞാൻ വേഗം വീടിനുള്ളിലേക്ക് കയറി. വാതിലുകൾ ഇരുമ്പ് താഴിട്ട് പൂട്ടി ഉറങ്ങാൻ കിടന്നു. പക്ഷേ ആ രാത്രി എനിക്ക് പിന്നീട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സംഭവം നടന്നു. അന്ന് ശനിയാഴ്ചയായിരുന്നു. കടയിലെ ജോലികളെല്ലാം തീർത്ത് വീട്ടിലെത്തിയപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ ഞാൻ വേഗം കിടന്നുറങ്ങി. ഏതാണ്ട് രാത്രി 2 മണിയായിട്ടുണ്ടാകും. അന്തരീക്ഷത്തിൽ കനത്ത നിശബ്ദത പടർന്നിരുന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കനത്തൊരു ശബ്ദം കേൾക്കുന്നത്. ഒരു വലിയ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായി ഇരമ്പുന്ന ശബ്ദം. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ശബ്ദം കേൾക്കുന്നത് എൻ്റെ സ്വന്തം കാർ പോർച്ചിൽ നിന്നാണ്. ഞാൻ ജനൽപ്പാളി ചെറുതായി നീക്കി പുറത്തേക്ക് നോക്കി. എൻ്റെ രക്തം മരവിച്ചു പോയി. ആ ബെൻസ് കാറ് സ്റ്റാർട്ടായി കിടക്കുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ 2 വെളുത്ത പ്രകാശകിരണങ്ങൾ മുൻപിലെ ചുവരിലേക്ക് പതിഞ്ഞു കിടന്നു. കനത്ത പുക സൈലൻസറിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ എഞ്ചിൻ ഭ്രാന്തമായി ഇരമിക്കൊണ്ടിരുന്നു. ആരെങ്കിലും വണ്ടി മോഷ്ടിക്കാൻ വന്നതാണോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ വേഗം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആയുധവുമായി പുറത്തേക്ക് ഓടി. എൻ്റെ കൂടെ ശബ്ദം കേട്ട് സുജാതയും ഉണർന്നിരുന്നു. മനുഷ്യ പോകരുത്, അകത്താരെങ്കിലും ഉണ്ടാകും. സുജാത പേടിയോടെ എൻ്റെ കൈകളിൽ പിടിച്ച് വലിച്ചു. ഞാൻ അത് കൂട്ടാക്കാതെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. കയ്യിലെ വടിയുമായി ഞാൻ കാറിനടുത്തേക്ക് എടുത്തു. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി ഞാൻ തറഞ്ഞു നിന്ന് പോയി. കാറിൻ്റെ ഉള്ളിൽ ആരുമില്ല. ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ കാറിൻ്റെ ഡോർ ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു. വണ്ടി ലോക്കായിരുന്നു. ഉള്ളിൽ താക്കോൽ ഇഗ്നീഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നുമില്ല. താക്കോലില്ലാതെ ആരുമില്ലാതെ ലോക്ക് ചെയ്ത വണ്ടി എങ്ങനെ സ്വയം സ്റ്റാർട്ടായി ഇരമ്പുന്നു? ഞാൻ ജനലിൽ ശക്തിയായി തട്ടി. പെട്ടെന്ന് ഞാൻ നോക്കി നിൽക്കെ വണ്ടിയുടെ എഞ്ചിൻ സ്വയം ഓഫായി. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. കാർ പോർച്ചിൽ വീണ്ടും കനത്ത ഇരുട്ടും നിശബ്ദതയും പടർന്നു. ഞാൻ ഓടിച്ചെന്ന് വീടിൻ്റെ ഉള്ളിലെ മേശപ്പുറത്തേക്ക് നോക്കി. താക്കോൽ കൂട്ടം അവിടെ തന്നെയുണ്ട്. ഞാൻ ആ താക്കോലുമെടുത്ത് വണ്ടി തുറന്ന് വണ്ടിയുടെ ഉള്ളിലെ തണുപ്പ് അപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടു. എഞ്ചിൻ ചൂടായിരിക്കുന്നു. ഇത് എങ്ങനെയുണ്ടാകുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. സുജാത പേടിച്ച് പറച്ച് കരയാൻ തുടങ്ങി. ഞാൻ എന്തേ പറഞ്ഞതല്ലേ ഈ വണ്ടി വേണ്ടെന്ന്. ഇതിലെന്തോ ബാധയുണ്ട്. നാളെ തന്നെ ഇത് തിരിച്ചു കൊടുക്കും. അവൾ ഭ്രാന്തമായി നിലവിളിച്ചു.
പക്ഷേ എൻ്റെ വാശിയും സാമ്പത്തിക ബാധ്യതയും എന്നെ തടഞ്ഞു. പറമ്പ് പണയം വെച്ച പണമാണ്. വണ്ടി തിരിച്ചു കൊടുത്താൽ മാധവൻ നായർ ആ പണം തിരികെ തരുമോ? തന്നാലും പലിശയും നഷ്ടവും ആര് സഹിക്കും? പിറ്റേന്ന് ഞാനൊരു മെക്കാനിക്കിനെ വീട്ടിലേക്ക് വരുത്തി വണ്ടി പരിശോധിപ്പിച്ചു. ദിനേശ് ചേട്ടാ, വണ്ടിയുടെ വയറിങ്ങിന് യാതൊരു കുഴപ്പവുമില്ല. സെൽഫ് സ്റ്റാർട്ട്, മോട്ടോർ എല്ലാം നല്ല കണ്ടീഷനിലാണ്. താക്കോലില്ലാതെ വണ്ടി സ്വയം സ്റ്റാർട്ടാകാൻ ഒരു വഴിയുമില്ല. ജർമ്മൻ വണ്ടിയാണ്. എന്തെങ്കിലും സെൻസർ കംപ്ലൈൻ്റ് ആയിരിക്കാം, മെക്കാനിക്ക് വിനയൻ പറഞ്ഞു. ഞാൻ ആശ്വാസം കൊള്ളാൻ ശ്രമിച്ചു. വെറുമൊരു സെൻസർ തകരാർ, അത്രയേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിലെ ഭയം മാറാൻ അത് പര്യാപ്തമായിരുന്നില്ല. അടുത്തയാഴ്ച മറ്റൊരു ഭീകരമായ അനുഭവം കൂടി ഉണ്ടായി. അന്ന് രാത്രി കനത്ത ഇടിമിന്നലുള്ള രാത്രിയായിരുന്നു. മഴ പെയ്യുന്നില്ലെങ്കിലും ആകാശം കറുത്തിരുണ്ട് ഇടിവെട്ടിക്കൊണ്ടിരുന്നു. വീടിനുള്ളിൽ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു. കൃത്യം രാത്രി 1 മണിക്ക് ആ ശബ്ദം മുഴങ്ങി. വണ്ടിയുടെ ഹോൺ നിർത്താതെ മുഴങ്ങുന്ന ശബ്ദം. സാധാരണ ഹോൺ അടിക്കുന്നത് പോലെയല്ലായിരുന്നു അത്. വളരെ ഉച്ചത്തിൽ, ചെവി തുളച്ചു കയറുന്ന രീതിയിൽ ഭയാനകമായ ആ ശബ്ദം അന്തരീക്ഷമാകെ നിറഞ്ഞു. അയൽപ്പക്കത്തെ വീടുകളിലെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞു. ആളുകൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഞാൻ നാണക്കേടും ഭയവും കൊണ്ട് വീർപ്പ് മുണ്ടി. വേഗം വീടിന് പുറത്തേക്കൂടി ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോഴും ഹോൺ നിർത്താതെ മുഴങ്ങുകയായിരുന്നു. വണ്ടിയുടെ ഉള്ളിൽ നോക്കിയപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ നടുവിലുള്ള ഹോൺ പാഡ് ആരും അമർത്താതെ തന്നെ ഉള്ളിലേക്ക് താഴ്ന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം ബോണറ്റ് തുറന്ന് ഹോണിൻ്റെ കണക്ഷൻ വയർ വലിച്ചൂരി കളയാൻ ശ്രമിച്ചു. വിറക്കുന്ന കൈകൾ കൊണ്ട് ബോണറ്റ് തുറന്ന് ബാറ്ററി കണക്ഷൻ അഴിച്ചു മാറ്റിയപ്പോൾ മാത്രമാണ് ആ ഭീകര ശബ്ദം അടങ്ങിയത്. അയൽവാസിയായ പ്രഭാകരേട്ടൻ വരാന്തയിൽ വന്നു നിന്ന് എന്നോട് ചോദിച്ചു, എന്താ ദിനേശ ഇത്? പുത്തൻ വണ്ടി വാങ്ങിയതാണോ അതോ വല്ല ശല്യവും കൂടെ കൊണ്ടുവന്നതാണോ? രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ലേ? ഞാൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. എൻ്റെ ഉള്ളിൽ അമർഷവും ഭയവും ഒരുപോലെ നിറഞ്ഞു. വണ്ടി വാങ്ങിയത് മുതൽ എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. രാത്രികൾ ഭയത്തിൻ്റെ നിഴലായി മാറി. പക്ഷേ ഇതെല്ലാം വെറും തുടക്കം മാത്രമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. വണ്ടി എൻ്റെ മനസ്സിലേക്കും സ്വപ്നങ്ങളിലേക്കും പതുക്കെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. രാത്രികളിൽ ഞാൻ ഭീകരമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. സ്വപ്നത്തിൽ ഞാൻ അതേ ബെൻസ് കാർ ഓടിക്കുകയാണ്. ചുറ്റും കനത്ത മൂടൽമഞ്ഞാണ്. റോഡ് കാണാൻ കഴിയുന്നില്ല. വണ്ടിയുടെ വേഗത എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ കൂടിക്കൂടി വരുന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടാൻ നോക്കുന്നു, പക്ഷേ ബ്രേക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് കാറിന് മുൻപിലേക്ക് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു രൂപം ചാടുന്നു. വണ്ടി നിയന്ത്രണം വിട്ട് ഒരു വലിയ മരത്തിലേക്ക് ഇടിച്ചു കയറുന്നു. ഇരുമ്പ് തകിടുകൾ ചതഞ്ഞെറിയുന്ന ശബ്ദം, ചില്ലുകൾ തകരുന്ന ശബ്ദം. അതിനിടയിലൂടെ ഒരു കൊച്ചുകുട്ടിയുടെ ദയനീയമായ നിലവിളി കേൾക്കാം. അച്ഛാ, എന്നെ രക്ഷിക്കൂ! ഞാൻ അലറി വിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു. എൻ്റെ ശരീരം വിയർപ്പിൽ കുതിർന്നിട്ടുണ്ടായിരുന്നു. ഹൃദയം ഒരു ചെണ്ടകൊട്ട് പോലെ ഇടിച്ചുകൊണ്ടിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാർ പോർച്ചിൽ ആ വെള്ളി നിറമുള്ള ബെൻസ് കാർ ശാന്തമായി കിടക്കുന്നത് കാണാം. ആ കാഴ്ച എന്നിൽ വിറയലുണ്ടാക്കി. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കാറിൽ മറ്റൊരു പുതിയ മാറ്റം കൂടി ഞാൻ ശ്രദ്ധിച്ചു. വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോഴും പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി. വണ്ടിയിൽ കയറുമ്പോൾ കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുന്ന ബേബി പൗഡറിൻ്റെ നേർത്ത സുഗന്ധവും അതോടൊപ്പം തന്നെ എന്തോ കരിഞ്ഞ മണവും ഇടകലർന്നു വരും. ചിലപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക് സീറ്റിൽ ആരെങ്കിലും ഇരിക്കുന്നത് പോലെ തോന്നും. റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഴൽ രൂപം പെട്ടെന്ന് മിന്നിമറയുന്നത് കാണാം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. ഒരു ദിവസം വൈകുന്നേരം ഞാൻ എൻ്റെ മകൻ സഞ്ജുവിനെ വണ്ടിയിലിരുത്തി ടൗണിലേക്ക് പോവുകയായിരുന്നു. സഞ്ജുവിനന്ന് 8 വയസ്സുണ്ട്. യാത്രക്കിടയിൽ അവൻ പെട്ടെന്ന് പറഞ്ഞു, അച്ഛാ, ബാക്കിലിരിക്കുന്ന അനിയൻകുട്ടി എൻ്റെ കയ്യിൽ നുള്ളുന്നു. കേട്ടത് ഞാൻ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. എൻ്റെ പുറം കഴുത്തിലൂടെ ഒരു തണുത്ത കാറ്റ് കടന്നുപോയി. നീ എന്താ സഞ്ജു പറയുന്നേ? ബാക്കിൽ ആരുമില്ലല്ലോ. ഞാൻ വിറയലോടെ പുറകോട്ട് നോക്കി. ബാക്ക് സീറ്റ് ശൂന്യമായി കിടക്കുന്നു. ഇല്ലച്ചാ, വണ്ടി എടുത്തത് മുതൽ ഒരു കുട്ടി എൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നല്ലോ. അവനെന്നോട് മിണ്ടാൻ നോക്കി. ഇപ്പോതാ പെട്ടെന്ന് മാഞ്ഞുപോയി. സഞ്ജു ഭയത്തോടെ എൻ്റെ കൈകളിൽ പിടിച്ചു. എനിക്ക് വണ്ടി മുന്നോട്ടെടുക്കാൻ ധൈര്യം വന്നില്ല. ഞാൻ അല്പം കഴിഞ്ഞ് വണ്ടി വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്ന് നിർത്തിയിട്ടു. എന്നാൽ ഭയത്തിൻ്റെ പരകോടി ഞാൻ അനുഭവിച്ചത് അവിചാരിതമായി ഒരു ദിവസം ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴാണ്. ഒരു ദിവസം ബിസിനസ് ആവശ്യത്തിനായി എനിക്ക് ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. തിരിച്ചു വരുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. കനത്ത മഴയും കാറ്റുമുള്ള രാത്രി. വഴിനീളെ ആളൊഴിഞ്ഞ വിജനമായ പാതയായിരുന്നു. റോഡിന് ഇരുവശവും റബ്ബർ തോട്ടങ്ങളും കാടുമായിരുന്നു. തെരുവ് വിളക്കുകൾ പോലുമില്ലാത്ത കറുത്ത പാത.
ഞാൻ കാറിൻ്റെ വൈപ്പറുകൾ മാക്സിമം സ്പീഡിലിട്ട് വണ്ടി പതുക്കെ ഓടിക്കുകയായിരുന്നു. റേഡിയോയിൽ പഴയൊരു പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. വണ്ടിയുടെ എൻജിൻ സുഗമമായി ഓടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ റേഡിയോയിൽ കടുത്ത കിലികിലിപ്പും ഇരുമ്പലും കേൾക്കാൻ തുടങ്ങി. പാട്ട് നിലച്ചു. പകരമൊരു കുട്ടിയുടെ ചിരിശബ്ദം അതിലൂടെ കേൾക്കാൻ തുടങ്ങി. വളരെ വിചിത്രവും ഭയാനകവുമായ ഒരു ചിരി. ഞാൻ പേടിയോടെ റേഡിയോ ഓഫ് ചെയ്യാൻ നോക്കി. പക്ഷേ റേഡിയോ ഓഫാകുന്നില്ല. നോബ് തിരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കറങ്ങുന്നില്ലായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ എൻജിൻ ഒരു ഇരമ്പലോടെ ഓഫായി. വണ്ടി പാതി വഴിയിൽ വിജനമായ റോഡിന് നടുവിൽ നിന്ന് പോയി. ഹെഡ്ലൈറ്റുകൾ പൂർണ്ണമായും അണഞ്ഞു. കാറിൻ്റെ ഉള്ളിലെ ഡാഷ്ബോർഡ് ലൈറ്റുകളും ഓഫായി. ചുറ്റും അന്ധകാരം മാത്രം. കാറ്റിൻ്റെയും മഴയുടെയും ശബ്ദം മാത്രം പുറത്ത് കേൾക്കാം. ഞാൻ പരിഭ്രാന്തനായി ചാവ് തിരിച്ച് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കി. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ബാറ്ററി ഡൗൺ ആയതുപോലെ വണ്ടി നിശ്ചലമായി കിടന്നു. എൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് വീണു. ഫോണെടുത്ത് ഹാരിസിനെയോ മറ്റോ വിളിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫോണിൽ റേഞ്ചില്ലായിരുന്നു. അപ്പോഴാണ് കാറിനുള്ളിലെ തണുപ്പ് വീണ്ടും കൂടാൻ തുടങ്ങിയത്. വണ്ടിയുടെ വിൻഡോ ഗ്ലാസുകളിൽ ഉള്ളിൽ നിന്നും നീരാവി പടർന്നു പിടിക്കാൻ തുടങ്ങി. പുറത്തെ തണുപ്പല്ല, ഉള്ളിലെ ഭീതിതമായ അന്തരീക്ഷമാണ് അതിന് കാരണം. പെട്ടെന്ന് മുൻപിലെ ഗ്ലാസ്സിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. ടോർച്ചിൻ്റെ വെളിച്ചം പോലുമില്ലാത്ത ആ ഇരുട്ടിൽ കാറിൻ്റെ ബോണറ്റിന് മുന്നിലായി ഒരു കൊച്ചുകുട്ടിയുടെ നിഴൽ രൂപം നിൽക്കുന്നത് ഞാൻ കണ്ടു. അതൊരു സാധാരണ കുട്ടിയായിരുന്നില്ല. ശരീരം മുഴുവൻ ചെളിയും രക്തത്തിലും കുതിർന്നതുപോലെയുള്ള ഒരു രൂപം. അതിൻ്റെ മുഖം വ്യക്തമായിരുന്നില്ലെങ്കിലും രണ്ടു വലിയ തിളങ്ങുന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ശ്വാസം നിലച്ചു പോയി. എനിക്ക് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ രൂപം പതുക്കെ കാറിൻ്റെ ബോണറ്റിലേക്ക് കയറാൻ തുടങ്ങി. അതിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും വണ്ടിയുടെ ബോണറ്റിൽ ഇരുമ്പമരുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അത് പതുക്കെ മുൻപിലെ വിൻഷീൽഡ് ഗ്ലാസിനടുത്തേക്ക് അടുത്തടുത്ത് വന്നു. ആ രൂപം ഗ്ലാസ്സിൽ അതിൻ്റെ രണ്ട് ചെറിയ കൈകൾ അമർത്തി പിടിച്ചു. അതിൻ്റെ വിരലുകളിൽ നിന്നും രക്തം ഗ്ലാസ്സിലൂടെ ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടു. അത് ഗ്ലാസ്സിൽ പതുക്കെ തട്ടാൻ തുടങ്ങി. ആ ശബ്ദം എൻ്റെ ചെവികളിൽ വന്നടിച്ചു. ഞാൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ദൈവങ്ങളുടെ നാമങ്ങൾ ഭ്രാന്തമായി ജപിക്കാൻ തുടങ്ങി. എന്നെ ഒന്ന് ചെയ്യരുതേ, എന്നെ വിട്ടേക്കൂ, ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. പെട്ടെന്ന് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ആ വെളിച്ചത്തിൽ ഞാൻ പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ ആരുമില്ലായിരുന്നു. വിൻഷീൽഡ് ഗ്ലാസ് വൃത്തിയായി കിടക്കുന്നു. രക്തത്തിൻ്റെ പാടുകളൊന്നുമില്ല. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ വീണ്ടും വണ്ടി ചാവ് തിരിച്ച് വണ്ടി ഒരൊറ്റ സെൽഫിൽ സ്റ്റാർട്ടാക്കി. ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. വണ്ടി പിന്നിലേക്ക് എടുക്കാൻ പോലും നോക്കാതെ പരമാവധി വേഗത്തിൽ മുന്നോട്ട് പായിച്ചു. ആ രാത്രി ഞാൻ എങ്ങനെയാണ് വീട്ടിലെത്തിയതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ തലമുടിയിൽ ചില ഭാഗങ്ങൾ നരച്ചു പോയതായി ഞാൻ കണ്ടു. ആ ഒരു രാത്രി കൊണ്ട് എൻ്റെ ആയുസ്സിൻ്റെ പകുതി നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ഇനി ഈ വണ്ടി എൻ്റെ വീട്ടിൽ കിടക്കാൻ പാടില്ല. ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്കറിയണം. ഇത് വാങ്ങിയ മാധവൻ നായർ എന്നെ ചതിക്കുകയായിരുന്നു. അദ്ദേഹമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെനിക്ക് വിറ്റത്. ഞാൻ ഹാരിസിനെ വിളിച്ചു വരുത്തി. അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഹാരിസേ, നീ എൻ്റെ സുഹൃത്തല്ലടാ, എന്നിട്ടും എന്നെ ഈ മരണക്കിണറ്റിലേക്ക് തള്ളിവിട്ടത് എന്തിനാണ്? ആ വണ്ടിയിൽ എന്താണുള്ളതെന്ന് നിനക്കറിയാമായിരുന്നു. എൻ്റെ ഭാവം കണ്ട് ഹാരിസ് പേടിച്ചു പോയി. അവൻ പറഞ്ഞു, ദിനേശ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. സത്യം, മാധവൻ നായർ വണ്ടി വിൽക്കാൻ തന്നപ്പോൾ ഞാൻ നിൻ്റെ ബെൻസ് മോഹമോർത്ത് പറഞ്ഞതാണ്. എന്താ ഉണ്ടായത്? ഞാൻ അവനോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ച് പറഞ്ഞു. കേട്ടപ്പോൾ അവൻ്റെ മുഖവും വിളറി വെളുത്തു. നമുക്ക് മാധവൻ നായരുടെ അടുത്തേക്ക് പോകാം ദിനേശ, അയാൾ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ, ഹാരിസ് പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് തിരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അയൽക്കാരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം വീടും വസ്തുക്കളുമെല്ലാം വിറ്റ് കുടുംബത്തോടൊപ്പം കോയമ്പത്തൂരിലേക്ക് താമസം മാറിയെന്ന്. അവിടെ വെച്ചാണ് ആ നാട്ടുകാരനായ ഒരു വൃദ്ധൻ എന്നോട് ആ വണ്ടിയോടെ ഞെട്ടിക്കുന്ന ചരിത്രത്തിൻ്റെ ആദ്യ താക്കോൽ കൈമാറുന്നത്. മാധവൻ നായരുടെ വീടിനടുത്തുള്ള ചായക്കടയിലിരുന്ന് സംസാരിക്കുമ്പോൾ പുറത്തു നേരിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുളിവുകൾ വീണ മുഖത്ത് ആ വണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഭയത്തിൻ്റെ നിഴലുകൾ വീഴ്ത്തി. മോനെ ദിനേശ, മാധവൻ നായർ നിനക്ക് ആ വണ്ടി വിറ്റത് അവൻ്റെ ജീവൻ രക്ഷിക്കാനാണ്. നീ വിചാരിക്കുന്നത് പോലെ അതൊരു സാധാരണ വണ്ടിയല്ല, അത് ചോര കുടിക്കുന്ന വണ്ടിയാണ്. വൃദ്ധൻ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അക്ഷമയോട് ചോദിച്ചു, അപ്പപ്പാ, എന്താണ് ആ വണ്ടിയുടെ ചരിത്രം? മാധവൻ നായർക്ക് എന്താണ് സംഭവിച്ചത്? വൃദ്ധൻ ചുറ്റും നോക്കി. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പറയാൻ തുടങ്ങി. മാധവൻ നായർ ആ വണ്ടി വാങ്ങുന്നത് ഏതാണ്ട് 3 വർഷം മുൻപാണ്.
നിന്നെപ്പോലെ തന്നെ വിലക്കുറവ് കണ്ട് മോഹിച്ചാണ് അവനും അത് വാങ്ങിയത്. എന്നാൽ വണ്ടി വീട്ടിലെത്തിയ ദിവസം മുതൽ അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല. രാത്രികളിൽ വണ്ടി തനിയെ സ്റ്റാർട്ടാക്കുക, ഹോൺ അടിക്കുക എന്നതൊക്കെ പതിവായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഭീകരമായത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം അല്പം നിർത്തി വീണ്ടും തുടർന്നു. ഒരു ദിവസം രാത്രി മാധവൻ നായരുടെ ഏകമകൾ അഞ്ജന കാർ പോർച്ചിന് സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ വണ്ടിയുടെ വലിയൊരു ശബ്ദം കേട്ടു. അവൾ നോക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ ഒരു കൊച്ചുകുട്ടിയിരുന്ന് അവളെ നോക്കി ചിരിക്കുന്നു. പേടിച്ചു വിറച്ച അവൾ ഓടി വീടിനുള്ളിൽ കയറി പനി പിടിച്ച് കിടപ്പിലായി. ദിവസങ്ങളോളം അവൾ അബോധാവസ്ഥയിലായിരുന്നു. പിന്നീട് പല പൂജകളും ചെയ്തിട്ടും ആ വണ്ടിയുടെ ഉള്ളിലെ അദൃശ്യശക്തിയെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ സഹികെട്ടാണ് അവൻ വണ്ടി വിറ്റതും ഈ നാട് വിട്ടു പോയതും. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരായിരുന്നു? ഈ കുട്ടി ആരാണ്? ഞാൻ ചോദിച്ചു. അതറിയണമെങ്കിൽ നീ ഈ വണ്ടിയുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നോക്കണം. ഈ വണ്ടി ആദ്യമായി വാങ്ങിയത് കൊച്ചിയിലുള്ള ഒരു വലിയ വ്യവസായിയായിരുന്നു, കോടീശ്വരനായ ജോസഫ് ഫെർണാണ്ടസ്. അദ്ദേഹത്തിൻ്റെ കഥ വളരെ സങ്കടകരമാണ്. വൃദ്ധൻ ദീർഘനിശ്വാസം വിട്ടു. ഞാൻ ആ വിവരങ്ങളുമായി കൊച്ചിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ആ ശാപത്തിൽ നിന്ന് മോചനം നേടണമായിരുന്നു. ഹാരിസും എൻ്റെ കൂടെ വരാൻ തയ്യാറായി. ഞങ്ങൾ RTO ഓഫീസിൽ നിന്നും പഴയ രേഖകൾ പരിശോധിച്ചപ്പോൾ ജോസഫ് ഫെർണാണ്ടസിൻ്റെ വിലാസം ലഭിച്ചു. കൊച്ചിയിലെ ഒരു പ്രമുഖ പ്രദേശത്തുള്ള വലിയൊരു ബംഗ്ലാവായിരുന്നു അത്. ഫെർണാണ്ടസ് വില്ല. വർഷങ്ങളായി പരിപാലിക്കപ്പെടാതെ കിടക്കുന്നത് പോലെ ആ വലിയ വീടിൻ്റെ മതിൽക്കെട്ടുകളിൽ പായൽ പിടിച്ചിരുന്നു. കാട് കയറിയ മുറ്റം. ഞങ്ങൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വണ്ടിയുടെ നമ്പർ പറഞ്ഞ് ജോസഫ് ഫെർണാണ്ടസിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അയ്യോ, സാറിപ്പോൾ ആരെയും കാണാറില്ല, അദ്ദേഹം കിടപ്പിലാണ്. ആ വണ്ടിയെക്കുറിച്ച് എന്നോട് ചോദിച്ചോളൂ, എനിക്കെല്ലാം അറിയാം. ആ പ്രായമായ കാവൽക്കാരൻ സങ്കടത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലൻ എന്നായിരുന്നു. ആ കുടുംബത്തിലെ വിശ്വസ്തനായ പഴയൊരു വേലക്കാരനായിരുന്നു അദ്ദേഹം. ഗോപാലൻ ഞങ്ങളെ വരാന്തയിലെ കസാരയിൽ ഇരുത്തി ആ കറുത്ത ചരിത്രം അനാവരണം ചെയ്തു. സാർ, ജോസഫ് സാറിന് വണ്ടികളോട് വലിയ ഭ്രാന്തായിരുന്നു. 1998 അദ്ദേഹം ആ മെഴ്സിഡീസ് ബെൻസ് C-ക്ലാസ് വണ്ടി വാങ്ങുന്നത്. അക്കാലത്ത് ആ വണ്ടി കാണാൻ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ തടിച്ചു കൂടുമായിരുന്നു. ജോസഫ് സാറിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, മോനു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഇമ്മാനുവൽ. അവനന്ന് 7 വയസ്സായിരുന്നു പ്രായം. ഗോപാലൻ്റെ കണ്ണുകൾ നനഞ്ഞു. മോനുവിന് ആ വണ്ടി ജീവനായിരുന്നു. സ്കൂളിൽ പോകുന്നതും വരുന്നതുമെല്ലാം ആ വണ്ടിയിൽ തന്നെ വേണമായിരുന്നു. വൈകുന്നേരങ്ങളിൽ വണ്ടി കഴുകുമ്പോൾ അവൻ സാറിൻ്റെ കൂടെ കൂടും. വണ്ടിയുടെ ഉള്ളിലിരുന്ന് കളിക്കുന്നതായിരുന്നു അവൻ്റെ പ്രധാന വിനോദം. ആ വണ്ടിയുടെ വെള്ളി നിറമുള്ള ബോണറ്റിലെ നക്ഷത്ര ചിഹ്നമായിരുന്നു അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടം. എന്തിനെന്താ സംഭവിച്ചത്? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു ദിവസം 2002 ഒരു നിർഭാഗ്യകരമായ രാത്രിയിൽ ജോസഫ് സാറും ഭാര്യയും മോനുവും കൂടി തൃശ്ശൂരിലുള്ള ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയി മടങ്ങുകയായിരുന്നു. നല്ല കനത്ത മഴയുണ്ടായിരുന്നു. വണ്ടി ഓടിച്ചിരുന്നത് ജോസഫ് സാറായിരുന്നു. മുൻപിലെ സീറ്റിൽ സാറിൻ്റെ മടിയിലായിരുന്നു മോനു ഇരുന്നിരുന്നത്. അവൻ ജനലിലൂടെ മഴ കാണുകയായിരുന്നു. ഗോപാലൻ വിറക്കുന്ന ശബ്ദത്തിൽ തുടർന്നു. ദേശീയപാതയിൽ വെച്ച് എതിരെ വന്ന ഒരു ലോറി നിയന്ത്രണം വിട്ട് ഈ ബെൻസ് കാറിലേക്ക് വന്നിടിച്ചു. വലിയൊരു അപകടമായിരുന്നു അത്. ബെൻസ് കാറിൻ്റെ സുരക്ഷാ ഫീച്ചറുകളുള്ളതുകൊണ്ട് ജോസഫ് സാറും ഭാര്യയും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പക്ഷേ മുൻപിലിരുന്നിരുന്ന മോനു ആ ആഘാതത്തിൽ വണ്ടിയുടെ മുൻപിലെ വിൻഷീൽഡ് ഗ്ലാസ് തകർത്ത് പുറത്തേക്ക് തെറിച്ചുപോയി. അവൻ്റെ തല കനത്ത ഇരുമ്പ് കമ്പിയിൽ തട്ടി തൽക്ഷണം മരിച്ചു. വണ്ടിയുടെ ബോണറ്റിലേക്ക് വീണ അവൻ്റെ ചോര ആ വെള്ളി നിറത്തിലുള്ള പെയിൻറ്റിൽ പടർന്നു പിടിച്ചു. കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ദേഹത്ത് രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞാനൊന്ന് വിജനമായ വഴിയിൽ കണ്ട ആ ചോര പുരണ്ട കൈകളുള്ള കുട്ടി മോനുവായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വണ്ടിയിൽ നിന്നും അവൻ ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. ആ അപകടത്തിന് ശേഷം ജോസഫ് സാറിന് ആ വണ്ടി കാണുന്നത് തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് വിറ്റ് കളഞ്ഞു. എന്നാൽ അതിനുശേഷം ആ വണ്ടി വാങ്ങിയ ആർക്കും സമാധാനം കിട്ടിയിട്ടില്ല. വണ്ടിയിൽ മോനുവിൻ്റെ ആത്മാവ് കുടുങ്ങിക്കിടക്കുകയാണെന്ന് എല്ലാവരും പറയുന്നു. അവനിപ്പോഴും ആ വണ്ടിയിൽ കളിച്ചു നടക്കുകയാണ്. ആരെയും ഉപദ്രവിക്കാനില്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട വണ്ടി മറ്റാരും കൊണ്ടുപോകരുത് എന്ന വാശിയിലാണ് അവൻ ആത്മാവായി അവിടെ തുടരുന്നത്. ഗോപാലൻ പറഞ്ഞു നിർത്തി. ഞാൻ തിരികെ വീട്ടിലെത്തുമ്പോൾ പൂർണ്ണമായും തകർന്നിരുന്നു. എൻ്റെ ആഗ്രഹമാണ് എന്നെ ആ അവസ്ഥയിലെത്തിച്ചത്. ആ കൊച്ചുകുട്ടിയുടെ ആത്മാവ് കുടികൊള്ളുന്ന വണ്ടിയാണ് എൻ്റെ മുറ്റത്ത് കിടക്കുന്നത്. ഞാൻ സുജാതയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവൾ പേടിച്ചു കഴിഞ്ഞു. നമുക്ക് പൂജകൾ ചെയ്യാം മനുഷ്യ, ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം.
ആ കുട്ടിയുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ എന്തെങ്കിലും ചെയ്യും. അവൾ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു തന്ത്രിയെ സമീപിച്ചു. അദ്ദേഹം വലിയൊരു പൂജാരിയായിരുന്നു. വണ്ടിയുടെ ചരിത്രവും അനുഭവങ്ങളും കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കുട്ടിയുടേത് അകാല മരണമാണ്. അവിടുത്തെ പ്രശ്നം സ്വന്തം ഇഷ്ടവസ്തുവിനോടുള്ള അമിതമായ മോഹം കൊണ്ടാണ് ആത്മാവ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. നമുക്ക് കാറിനടുത്ത് വെച്ച് ഒരു പ്രത്യേക ശാന്തി പൂജയും വിഷ്ണു പൂജയും നടത്താം. ആത്മാവിനെ ഒഴിപ്പിച്ച് മോക്ഷം നൽകാം. അതിനായി വലിയൊരു തുക ആവശ്യമായിരുന്നു. വീണ്ടും കടം വാങ്ങി ഞാൻ അതിനുള്ള തുക കണ്ടെത്തി. പൂജയുടെ ദിവസം വന്നു. കാർ പോർച്ചിന് സമീപം വലിയൊരു മണ്ഡപം ഒരുങ്ങി. തന്ത്രിയും സഹായികളും ചേർന്ന് വലിയ ഹോമങ്ങളും മന്ത്രോച്ചാരണങ്ങളും ആരംഭിച്ചു. അന്തരീക്ഷം കർപ്പൂരത്തിൻ്റെയും ചന്ദ്രത്തിരികളുടെയും പുക കൊണ്ട് നിറഞ്ഞു. പൂജയുടെ മധ്യത്തിൽ പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. യാതൊരു കാറ്റുമില്ലാതെ തെങ്ങോലകൾ ഭ്രാന്തമായി ഉലയാൻ തുടങ്ങി. പൂജയ്ക്ക് വെച്ചിരുന്ന വിളക്കുകൾ സ്വയം അണഞ്ഞു. പെട്ടെന്ന് കാറിനുള്ളിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. കാറിൻ്റെ ഡോറുകൾ തനിയെ തുറക്കുകയും അടയുകയും ചെയ്യാൻ തുടങ്ങി. കാറിൻ്റെ ഉള്ളിലെ ഹോൺ വീണ്ടും ഭയാനകമായി മുഴങ്ങി. വണ്ടിയുടെ എഞ്ചിൻ തനിയെ സ്റ്റാർട്ടായി. ഭീകരമായി ഇരമ്പാൻ തുടങ്ങി. പൂജാരിമാർ മന്ത്രം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. പക്ഷേ ബാധ ഒഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്ത്രി പൂജ നിർത്തി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കടുത്ത ഭയമുണ്ടായിരുന്നു. ദിനേശ, എനിക്കിതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കുട്ടിയുടെ ആത്മാവ് വളരെ ശക്തനാണ്. അത് വണ്ടിയെ വിട്ടുപോകാൻ തയ്യാറല്ല. നിങ്ങൾ അത്രയും വേഗം ഈ വണ്ടി വിറ്റൊഴിവാക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു വിപത്ത് സംഭവിക്കും. തന്ത്രി തൻ്റെ പൂജാ സാമഗ്രികൾ വേഗം ഒതുക്കി അവിടെ നിന്നും തിടുക്കത്തിൽ പോയി. ഞാൻ പൂർണ്ണമായും അനാഥനായി. പൂജകൾ ചെയ്തിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല. വണ്ടിയിലെ അമാനുഷിക അനുഭവങ്ങൾ ദിനംപ്രതി കൂടി വന്നു. രാത്രികളിൽ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സുജാതയും സഞ്ജുവും പേടിച്ച് രാത്രികളിൽ ഉറങ്ങാതെയായി. എൻ്റെ ബിസിനസ് പൂർണ്ണമായും തകർന്നു. പറമ്പ് പണയപ്പെടുത്തി ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. ഞാൻ ആ വണ്ടി വിൽക്കാൻ പരസ്യം നൽകി. പക്ഷേ നാട്ടിൽ ആ വണ്ടിയുടെ പേരുദോഷം വരുന്നത് കൊണ്ട് ആരും അത് വാങ്ങാൻ തയ്യാറായില്ല. 1.5 ലക്ഷത്തിന് വാങ്ങിയ വണ്ടി 50,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഇരിക്കെയാണ് 2006 ഒക്ടോബർ മാസത്തിലെ ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്നും മുത്തുസ്വാമി എന്നൊരാൾ വരുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വലിയൊരു സ്ക്രാച്ച് ബിസിനസ്സുകാരനും സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങുന്ന ആളുമായിരുന്നു. മുത്തുസ്വാമി കട്ടിമീശയും വലിയ ശരീരവുമുള്ള ഒരു സാധാരണ തമിഴനായിരുന്നു. ദൈവത്തിലോ ബോധത്തിലോ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു കട്ട യുക്തിവാദി. അദ്ദേഹം വണ്ടി കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു. അണ്ണാ, വണ്ടി സൂപ്പറായി ഇருக்கு. എന്ത വിലക്ക് ഈ ബെൻസ് കാർ വേറെ എങ്കേയും കിടക്കാതെ, നാം വണ്ടി വാങ്ങിക്കരുത്. മുത്തുസ്വാമി തമിഴ് കലർന്ന മലയാളത്തിൽ പറഞ്ഞു. എൻ്റെ ഉള്ളിൽ വലിയൊരു കുറ്റബോധം തോന്നി. ഒരു മരണക്കണത്തിലേക്ക് മറ്റൊരാളെ തള്ളിവിടാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. മുത്തുസ്വാമി അണ്ണാ, ഞാനൊരു കാര്യം പറയാം. ഈ വണ്ടി വാങ്ങിയതിനു ശേഷം എനിക്കുണ്ടായ അനുഭവങ്ങൾ സാധാരണ രീതിയിലുള്ളതല്ല. ഞാൻ തുടർന്ന് നടന്ന സംഭവങ്ങളെല്ലാം, രാത്രി വണ്ടി സ്വയം സ്റ്റാർട്ടാകുന്നതും കുട്ടിയുടെ സാന്നിധ്യവും ആക്സിഡൻറ്റിൻ്റെ ചരിത്രവും പൂജകൾ പരാജയപ്പെട്ടതുമെല്ലാം തുറന്നു പറഞ്ഞു. മുത്തുസ്വാമി എൻ്റെ വാക്കുകൾ കേട്ട് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അണ്ണാ, നിങ്ങൾ കേരളക്കാർ എപ്പോഴും ഇപ്പടിതാൻ. പേയുമില്ലേ പിസാദുമില്ലേ, എല്ലാം ഉങ്ക മനസ്സിലുള്ള ഭയം താൻ. ആക്സിഡൻ്റായ വണ്ടികളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സാധാരണ വയറിംഗ് ഫോൾട്ട് താൻ. എനിക്കിതൊന്നും ഒരു പ്രശ്നമേ ഇല്ലേ, മുത്തുസ്വാമി തൻ്റെ ഇടിയായി പറഞ്ഞു. പക്ഷേ മുത്തുസ്വാമി അണ്ണാ, അത് സത്യമാണ്. നിങ്ങൾ അപകടത്തിൽപ്പെടും. ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. അതൊന്നും എനിക്ക് പ്രശ്നമില്ല അണ്ണാ. എനിക്ക് ഒരു ബെൻസ് കാർ കുറഞ്ഞ വിലയ്ക്ക് വേണം, അത്രയേ ഉള്ളൂ. നീങ്ക വാങ്ങിയ അതേ 1.5 ലക്ഷം രൂപ ഞാൻ തരാം. എനിക്ക് വണ്ടി തരൂ. മുത്തുസ്വാമി പണമടങ്ങിയ ബാഗ് മേശപ്പുറത്ത് വെച്ചു. എനിക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എൻ്റെ കടങ്ങൾ വീട്ടാനും കുടുംബത്തെ രക്ഷിക്കാനും ആ പണം അത്യാവശ്യമായിരുന്നു. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ വണ്ടിയുടെ പേപ്പറുകളും താക്കോലും മുത്തുസ്വാമിക്ക് കൈമാറി. അങ്ങനെ ആ വെള്ളി നിറമുള്ള മെഴ്സിഡീസ് ബെൻസ് കാർ എൻ്റെ കാർ പോർച്ചിൽ നിന്നും പുറത്തേക്കിറങ്ങി. മുത്തുസ്വാമി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഹോൺ അടിച്ച് കൈവീശി കാണിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോയി. ആ വണ്ടി എൻ്റെ വീട്ടുപടിക്കൽ നിന്നും മറിഞ്ഞു പോയപ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസം എനിക്ക് തോന്നി. സുജാതയും ഞാനും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ മുത്തുസ്വാമിയെപ്പറ്റിയോ ആ വണ്ടിയെപ്പറ്റിയോ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഹാരിസ് പിന്നീട് പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദിനേശ, നമുക്കൊന്ന് കോയമ്പത്തൂർ വരെ പോയി നോക്കിയാലോ? ആ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചുവെന്ന് അറിയാമല്ലോ. പക്ഷേ ഞാൻ ശക്തമായി വിസമ്മതിച്ചു. എൻ്റെ ജീവിതത്തിലെ ആ ഇരുണ്ട അധ്യായം എന്നേക്കുമായി അവസാനിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്.
ആ വണ്ടി എവിടെയുണ്ടെങ്കിലും ആ കുട്ടിയുടെ ആത്മാവിനോടൊപ്പം അത് പോയിട്ടുണ്ടാകും. ബിസിനസ്സിലെ തകർച്ച കാരണം എനിക്കെൻ്റെ പണയപ്പെടുത്തിയ സ്ഥലം നഷ്ടപ്പെട്ടുവെങ്കിലും സമാധാനമായുള്ള രാത്രികൾ എനിക്ക് തിരികെ കിട്ടി. എൻ്റെ ഭാര്യയും മകനും ഇന്ന് ഭയമില്ലാതെ ഉറങ്ങുന്നുണ്ട്. ആഠ്യത്വത്തിൻ്റെ ആ 3 നക്ഷത്ര ചിഹ്നത്തേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് സ്വന്തം കുടുംബത്തിൻ്റെ സമാധാനമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എങ്കിലും ഇന്നും വല്ലപ്പോഴും രാത്രികളിൽ കനത്ത മഴ പെയ്യുമ്പോൾ കാറ്റ് ജനലുകളിൽ വന്നടിക്കുമ്പോൾ ഞാൻ അറിയാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അവിടെ കാർപോർച്ചിൻ്റെ ശൂന്യതയിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കാതുകളിൽ ആ പഴയ ജർമ്മൻ എഞ്ചിൻ്റെ ഗർജനം പതുക്കെ മുഴങ്ങുന്നത് പോലെ തോന്നും. ഞാൻ വേഗം കണ്ണുപൂട്ടി ദൈവത്തെ ധ്യാനിക്കും. ഭയത്തിൻ്റെ ആ വഴിതെറ്റിയ യാത്രകൾ ഇനിയൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരാതിരിക്കട്ടെ.